ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കും അല്ലേ? അൽഹംദുലില്ലാ, എനക്കും മക്കൾക്കും ഇവിടെ സുഖമാണ്. അങ്ങനെ രാവിലെ എണീച്ച് മക്കളെ ഒരിക്കലും ഫുഡ് ഉണ്ടാക്കലും ചോറാക്കലും കറിയാക്കലൊക്കെ കഴിഞ്ഞിട്ട് ഹുസ്നത സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഇബമോൾ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ കണ്ണ് പൊത്തിയിട്ട് പോവുകയാണ്. അങ്ങനെ ഇനിയിപ്പോൾ ഇങ്ങനെ നോക്കിയിരുന്നാൽ ശരിയാവില്ല മക്കളെ. വേഗം പോയിട്ട് പള്ളക്കില്ലത് എന്തെങ്കിലുമൊക്കെ ഒന്നും കൊടുക്കട്ടെ. അപ്പം ഞങ്ങൾക്ക് ഇന്ന് രാവിലത്തെ നാശ്ത എന്താണ്, പുട്ടും ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പം ഞാൻ എന്താക്കി, മുന്നത്തെ ഗ്രില്ലൊക്കെ ഒന്ന് കുട്ടികളൊക്കെ പറഞ്ഞയച്ച് എല്ലാവരും പോയല്ലോ. അപ്പോൾ എന്താക്കിയാൽ ഗ്രില്ലൊക്കെ അടച്ച് വന്ന് പിന്നെ മിറ്റടിക്കലൊക്കെ രാവിലെ കഴിഞ്ഞതിന്, പുട്ടൊക്കെയാണ് രാവിലെ നാശ്ത എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മിറ്റടിക്കലൊക്കെ രാവിലെ തന്നെ കഴിയും. ഈ ദോശ ചപ്പാത്തിയൊക്കെ ചുടുകയാണെങ്കിലാണ് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നിൽക്കേണ്ടത്. അപ്പോൾ പുട്ടിനൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്ത് ഞാൻ രാവിലെ മിറ്റടിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് കുറേ പണിയുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഞാൻ സിധുവിനോട് പറഞ്ഞു, അപ്പോൾ ഞാൻ ഈ കൂറല്ലേ, എൻ്റെ മക്കളെ എന്തോ ഒരു കൂറൻ്റെ ശല്യമാണെന്നാ, അതിന് എന്തെങ്കിലും ഒരു വഴി ഉണ്ട് എന്നുണ്ട്, ഈ കൂറൻ്റെ ഒരു ശല്യം ഒഴിവാക്കാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ട്, നിങ്ങൾ കമൻ്റ് അയക്കിട്ടോ. അങ്ങനെ ഞാൻ കൂറൻ്റെ ചോക്ക കൊണ്ടുവന്നിട്ട് ഫുള്ള് വരച്ച് കൊടുത്തിനേനു. അപ്പോൾ മേലെ കൂടി സ്ലാബിൻ്റെ മേലെ കൂടി ഒക്കെ ഫുള്ള് ചത്ത് കിടന്നിട്ടുണ്ടായി. അപ്പോൾ ഞാൻ ഓനെ കൊണ്ട് ഇതൊക്കെ അടുപ്പിക്കുകയാണ് കേട്ടോ. ഇതൊന്ന് അടിച്ചുകൊണ്ടിടാ. എന്നിട്ട് അവിടെ തന്നെ പാത്രങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ നബിദിനത്തിൻ്റെ വീഡിയോകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, റബ്ബിൽ അവലിൻ്റെ ആ ഒരു ക്ലീനിങ്ങിൽ ഒക്കെ പാത്രങ്ങളൊക്കെ വലിച്ചിട്ട് കഴിയാതായിരുന്നു. അപ്പോൾ ഇപ്പോൾ കഴുകാനൊന്നുമില്ല പാത്രങ്ങൾ, അതൊക്കെ ഒന്ന് എടുത്തിട്ട് കഴുകാറിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ചത്ത് കിടന്നിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്തല്ല കൊട്ടി അതേ സ്ഥാനത്തേക്ക് ഇങ്ങനെ വെക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ സൈഡിൽ വരച്ചു കൊടുത്ത് ചോക്ക വരച്ചു കൊടുത്തിട്ടുണ്ടാവില്ലേ, അതൊക്കെ ഇതങ്ങനെ തുടച്ചെടുക്കുകയാണ് കേട്ടോ. അത് തുടച്ചെടുത്ത് കഴിഞ്ഞ് പിന്നെ എന്താക്കി, പാത്രങ്ങൾ കഴുകാനുണ്ട് കുറച്ചും കൂടി. നമ്മൾ സാധാരണ നാശ്ത ആക്കിയതൊക്കെ രാവിലെ കഴുകിയേനു. പിന്നെ സിങ്കുകളൊക്കെ തേച്ച് കഴുകുക, ഉള്ളു ക്ലീനിങ്, അതൊക്കെയാണ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ സത്യത്തിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ഇല്ല. അതല്ല, ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ തുടങ്ങണമല്ലോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അല്ല ഫുള്ള് വീഡിയോ എടുത്തിട്ടില്ല. രാവിലെ വീഡിയോ എടുക്കണമെങ്കിൽ നല്ല പാടാണ് കേട്ടോ. രാവിലെ കുട്ടികളെ പറഞ്ഞയക്കലും മോർക്ക് ഫുഡ് ഉണ്ടാക്കലും അതൊക്കെ ആകുമ്പോൾ അങ്ങനെ ഇതാ അടുക്കളയത്തെ ഒരു വിധമൊക്കെ ഒരുക്കി വെച്ചിട്ട് ഞാൻ ബെഡ്റൂമിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. റൂമത്തെ വിരിപ്പും ഇപ്പം നമ്മൾ ഈ ഹാളിലില്ലേ അതൊക്കെ തന്നെ ഒന്ന് വിരിച്ചിട്ട്, കട്ടിലൊക്കെ ഒന്ന് വിരിച്ചിട്ടാൽ തന്നെ അടിച്ചു വാരിയിട്ടില്ലെങ്കിലൊക്കെ കുറേ ക്ലീനിങ്. പിന്നെ ഇപ്പം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു പുതിയൊരു പണി എന്താ ഇന്ന് രാവിലെ ഞാൻ ചെയ്തത്, അതിൻ്റെ ഇടയിൽ കൂടി ചെയ്തതാണ് കേട്ടോ. ഈ മണി പ്ലാന്റ് ഇല്ലേ, അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ദോസ്നിയാണ് തോന്നുന്നുണ്ട്, ഒരു പൂവൊക്കെ അതിൽ കൊടുന്നിട്ട് കുത്തി വെച്ചിട്ട്. അപ്പം ഞാൻ എന്താക്കി, ആ മണി പ്ലാന്റ് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഒരു 2-3 പോട്ട് ഉണ്ടായിട്ട് അതിൽ മണ്ണ് നിറച്ചിട്ട് അതെന്താക്കി കുറച്ച് ഉള്ളിൽ കൂടിയും സിറ്റ് ഔട്ടിലും കിച്ചണിലും ഒക്കെ വെച്ച് കൊടുത്താണ് കേട്ടോ. ഇത് അല്ല മണി പ്ലാന്റ് അല്ല, ഇതൊക്കെ ഒരു വേറെ ഉള്ളിൽ വെക്കുന്നത് തന്നെയാണ്, തന്നെയാണ്. അപ്പം ഞാൻ എന്താക്കിയാൽ അതെല്ലാം ഒരു സിറ്റ് ഔട്ടിലൊക്കെ കൊടുന്ന് ആ പണീൻ്റെ ഇടയിൽ കൂടി പോയി എടുത്തിന്ന് കേട്ടോ. മണ്ണ് നിറച്ചിട്ട് ഞാനും സിതും കൂടിയും, പിന്നെ സിതു ഉണ്ടായി ഇങ്ങനത്തേനൊക്കെ ഒരു ഹെൽപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെ തന്നെ. പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. പിന്നെ നിങ്ങൾ എൻ്റെ ഏത് വീഡിയോ കാണുകയാണെങ്കിലും നിങ്ങളൊന്ന് ലൈക്ക് അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്ത് തരിട്ടോ. നിങ്ങൾ ലൈക്ക് അടിച്ചെങ്കിലും പിന്നെ നിങ്ങൾ കമൻറ്റ് ഇന്ന തന്നെ എഴുതണമെന്നൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ വീഡിയോയിൽ തെറ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ ശരിയായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കട്ടോ. നിങ്ങൾക്കൊന്നും എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊരു എന്തെങ്കിലും ഒരു ഹാർട്ടോ എന്തെങ്കിലും ഒന്ന് കമൻറ്റായിട്ട് നിങ്ങൾ അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ്, അങ്ങനെ അടിച്ചു വാരിങ്ങോണ്ട് നിൽക്കുമ്പോഴാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് വന്നിനേനു. പിന്നെ എൻ്റെ ഇവിടെ എന്ന് പറഞ്ഞാൽ പണി ആരെങ്കിലും വന്നാൽ പിന്നെ എൻ്റെ പണി നടക്കൂല, ഞാൻ എടുക്കൂല. ഓരിങ്ങനെ ഇരിക്കുക, ഞാൻ ഇങ്ങനെ പണിയെടുക്കുക, അതൊരിക്കലും എനിക്ക് നടക്കൂല കേട്ടോ. അങ്ങനെ എൻ്റെ എന്ത് പണി ഒരുങ്ങിയിട്ടില്ലെങ്കിലും ഓരോട് വാക്കും പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കും ഞാൻ. അങ്ങനെ അടിച്ചു വാരിങ്ങോണ്ട് നിൽക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട് ഫൗസി വന്നത് കേട്ടോ. ഓളെന്തോ ഒരു കണക്കിൻ്റെ എന്തോ ഒരു നോട്ട്സിൻ്റെ എന്തോ ഒരു കണക്ക് കൊടുത്തിട്ട് അങ്ങനെ വന്നതാണ്.